എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ എത്ര ഇഷ്ടമാണെന്ന് ആ വ്യക്തി അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഒരു രൂപരേഖ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കാൻ മാത്രമേ സമയമുള്ളൂ. എത്ര ചിന്തിച്ചാലും, എത്ര പറഞ്ഞാലും, എത്ര കേട്ടാലും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ മതിവരുന്നില്ല. എപ്പോഴും ആ വ്യക്തി അടുത്ത് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആ വ്യക്തി അടുത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ പിടിവാശി പിടിക്കുന്നു. ആ വാശിയിൽ തന്നെ നിങ്ങൾ ഒരു ആ വ്യക്തിയുമായിട്ട് വഴക്കിടാറുണ്ട്. അത് സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണം. ആ വ്യക്തി എന്നെ ജീവന് തുല്യമായിട്ട് എപ്പോഴും സ്നേഹിക്കണം. എന്നെന്നും ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ഇഷ്ടത്തിനും സ്നേഹത്തിനും ഒരു അവസാനമില്ല. എന്നെന്നും എപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ അകന്ന് കഴിഞ്ഞാൽ പിന്നീട് അടുക്കും വരെ കരയിൽ പിടിച്ചിട്ട മത്സ്യം കണക്കെ നിങ്ങളുടെ ഹൃദയം പിടയ്ക്കുന്നു. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല. നിങ്ങളുടെ മനസ്സിങ്ങനെ അലയുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചു? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് എത്രയേറെ ആളുകളുണ്ടായിരുന്നു, എത്രയേറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നും നിങ്ങളുടെ മനസ്സ് ആകർഷിക്കാതെ എന്തുകൊണ്ട് ആ വ്യക്തിയിൽ തന്നെ ആകർഷിച്ചു? അതൊരു ദൈവീകമായ ഒരു കാര്യം തന്നെയാണ്, ഒരു യാദൃശ്ചികത്വമാണ്. ഒരുപക്ഷെ അത് ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിനനുസൃതമായി നിങ്ങൾക്ക് ആ വ്യക്തിയെ ഹൃദയം കൊണ്ട് ലഭിച്ചിരിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെയും അതുപോലെ ലഭിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനാണ്. അത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ, നിങ്ങൾക്ക് ആ വ്യക്തി എത്രയോ പ്രിയപ്പെട്ടതായതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളും അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായൊരവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്, എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല എന്ന് ആ വ്യക്തി പറയുമ്പോൾ, അതേക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം എത്രത്തോളം സന്തോഷത്തിൽ ആകുന്നു. കാരണം നിങ്ങൾ എന്നെന്നും കേൾക്കാൻ ആഗ്രഹിച്ച, നിങ്ങൾ എന്നെന്നും അറിയാൻ ആഗ്രഹിച്ച, നിങ്ങൾ എന്നെന്നും അനുഭവിക്കാൻ ആഗ്രഹിച്ചത് അതുതന്നെയാണ്. ആ വ്യക്തിയുടെ സ്നേഹം അതെനിക്ക് മാത്രം ലഭിക്കണം. ഞാൻ ആഗ്രഹിച്ചത് ആ വ്യക്തിയായിട്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കിനി എന്താണ് വേണ്ടത്? ഭൗതികമായ ഒന്നും വേണ്ട, അധികാരങ്ങൾ വേണ്ട, സ്വത്ത്, പണം, അവസ്ഥകൾ, ഇതൊന്നും വേണ്ട. എന്നെ സ്നേഹിക്കുന്ന വ്യക്തി, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ അഗാധമായ ഇഷ്ടം എനിക്ക് ലഭിക്കുക, അത് വലിയ തരത്തിലുള്ള ഒരു ആഗ്രഹമാണ്. അത് നേടാനായിട്ടാണ് നിങ്ങൾ സദാസമയവും ചിന്തിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾക്കതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ദുഃഖം തോന്നുന്നു. കാരണം നിങ്ങൾക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത് തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം മുഴുവനും ആ വ്യക്തിക്ക് കിട്ടണം. ആ വ്യക്തിയുടെ സ്നേഹം മുഴുവനും നിങ്ങൾക്ക് കിട്ടണം. അതുമാത്രമാണ് സദാസമയവും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റാർക്കും ഒരു സ്ഥാനവും നിങ്ങളുടെ ഇടയിൽ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. ആരും നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരില്ല. സത്യമുള്ളൊരിഷ്ടമായതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ ഇഷ്ടത്തെ തച്ചുടക്കാൻ സാധിക്കുകയുമില്ല. ചില തെറ്റിദ്ധാരണകളും ചില പ്രതിസന്ധികളും ചില
നോ കോണ്ടാക്ട് സിറ്റുവേഷനുകൾ ഉണ്ടായപ്പോൾ നിങ്ങൾ അനുഭവിച്ച ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം നിങ്ങൾക്ക് കഴിയില്ല. ഒരുപക്ഷെ ആ വ്യക്തിക്ക് കഴിഞ്ഞാലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തി ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ലോകം മുഴുവനും നിങ്ങളെ വെറുത്തോട്ടെ, ലോകം മുഴുവനും നിങ്ങളെ അവഗണിച്ചോട്ടെ, പക്ഷെ ആ വ്യക്തിയുടെ സ്നേഹം അത് നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം വരുന്നു. ഏത് വലിയ നരകത്തിലും ഏത് വലിയ ഇടത്തിലും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നു ആ വ്യക്തി ഉണ്ടെങ്കിൽ. പക്ഷേ ആ വ്യക്തി ഇല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം പോലും നിങ്ങളെ ഭയപ്പെടുത്തുന്നു, നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു. നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയെ ലഭിക്കുക എന്നല്ലാതെ. കാരണം നിങ്ങളുടെ ലോകം ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ചുറ്റും കറങ്ങിത്തിരിയുന്ന ഒരു ഭൂമി പോലെ. അതിൻ്റെ അച്ചുതണ്ടിൽ നിന്നൊരിക്കലും പുറത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആ വലയത്തിൽ നിന്നും, ആ വ്യക്തിയുടെ വലയത്തിൽ നിന്നും ഭേദിച്ച് ഈ ലോകത്തേക്ക് ഒരിടത്തേക്കും പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ആ വ്യക്തി കീഴടക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ ആ വ്യക്തി തോൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ അകലം എന്നതില്ല. മനസ്സിൻ്റെ അടുപ്പം മറ്റാർക്കും അത്രത്തോളം അടുപ്പത്തിൽ വരാനും കഴിയില്ല. അങ്ങനെ അകലങ്ങളില്ലാത്ത ഒരടുപ്പത്തിലേക്ക് നിങ്ങളും ആ വ്യക്തിയും എത്തിച്ചേർന്നിരിക്കുന്നു. ആർക്കും നിങ്ങളെ അകറ്റാൻ കഴിയില്ല. ഈശ്വരനാണത് സാധിക്കുന്നത്. ആ ഈശ്വരനാണ് നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നത്. ആ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനം, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുക. കുറ്റങ്ങളും കുറവുകളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇഷ്ടമായി സ്നേഹിച്ച് പരസ്പരം ക്ഷമിച്ചു പോവുക. ആ വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും അത് നിങ്ങളുടേത് കൂടിയാണ്. ആ വ്യക്തിക്കുണ്ടാകുന്ന നന്മകൾ അത് നിങ്ങളുടേത് കൂടിയാണ്. ആ വ്യക്തി നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടമുണ്ടായാലും ആ വ്യക്തിക്ക് നേട്ടം ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ആ വ്യക്തിയുടെ നേട്ടങ്ങളല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ നേട്ടങ്ങളാണ്. കാരണം നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ വ്യക്തി ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ചിരിയും ചിന്തയും ആ വ്യക്തിയുടെ സ്വപ്നങ്ങളും ഇപ്പോൾ നിങ്ങൾ കടമെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സ്വപ്നമില്ല, അറിയാം. നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അലിഞ്ഞില്ലാതെയാകുകയാണ്. ഇനി നിങ്ങളില്ല. ആ വ്യക്തിയുടെ ഇഷ്ടം അത് നിങ്ങൾക്ക് മാത്രം ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വാർത്ഥതയും ഇല്ല. ആ വ്യക്തിയും നിങ്ങളതുപോലെ സ്നേഹിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.